ക്രിസ്തുവിന്റെ പീഡാനുഭവ മരണത്തെ ധ്യാനിച്ച് ഇടുക്കി രൂപതയുടെ 4ാമത് കാൽനട കുരിശുമല തീർത്ഥാടനം 27-ന് വെള്ളിയാഴ്ച നടക്കുന്നതാണെന്ന് രൂപതാവൃത്തം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈറേഞ്ചിലെ പ്രസിദ്ധ കുരിശുമലയായ എഴുകുംവയലിലേക്ക് ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ ആത്മീയ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുന്നത്. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കും. 4 കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഇടുക്കി രൂപതയുടെ 4ാമത് എഴുകുംവയൽ കാൽനട കുരിശുമല തീർത്ഥാടനം ആരംഭിക്കുന്നത്. 26-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കാൽനട തീർത്ഥാടനം രാത്രി 10:30-ന് തങ്കമണിയിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് തങ്കമണിയിൽ നിന്നും തീർത്ഥാടനം പുനരാരംഭിക്കും. വെള്ളയാംകുടിയിൽ നിന്ന് 5 മണിക്കും തോപ്രാംകുടിയിൽ നിന്ന് 4 മണിക്കും നെടുങ്കണ്ടത്ത് നിന്ന് 6 മണിക്കും തീർത്ഥാടനം ആരംഭിക്കും. രാവിലെ 7:15-ന് എല്ലാ തീർത്ഥാടനങ്ങളും വെട്ടിക്കാമറ്റം ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് സംയുക്തമായി എഴുകുംവയലിലേക്ക് നീങ്ങും. 8 മണിക്ക് മലയടിവാരത്തിലുള്ള കപ്പേളയിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശിന്റെ വഴിയായി മലകയറ്റം. കാൽനടയായി എത്തിച്ചേരുവാൻ സാധിക്കാത്തവർ വാഹനങ്ങളിൽ എഴുകുംവയലിലെത്തി അഭിമന്യ പിതാവിനൊപ്പം കുരിശുമല കയറ്റത്തിൽ സംബന്ധിക്കും. മലമുകളിൽ എത്തുമ്പോൾ തക്കല രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ പരിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകും. 40-ാം വെള്ളിയാഴ്ച രൂപതയുടെ തീർത്ഥാടന ദിനമായാണ് ആചരിക്കുന്നത്. കുമ്പസാരി ചുരുങ്ങി മല കയറുന്നവർക്ക് സഭ നിശ്ചയിച്ചിരിക്കുന്ന ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. പകലും രാത്രി മുഴുവനും വിശ്വാസികൾക്ക് മല കയറി പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാഴത്തോപ്പിൽ നിന്ന് 35 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീർത്ഥാടനത്തിന് മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകും. തീർത്ഥാടകരായി എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിക്കുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ, കടബാധ്യത എന്നിവ മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, വിവാഹം നടക്കാതെയും ജോലി ലഭിക്കാതെയും കഴിയുന്ന യുവജനങ്ങൾ, വിശ്വാസത്തിനു വേണ്ടി പീഡനം സഹിക്കുന്ന വിവിധ രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾ, യുദ്ധഭീതിയിൽ കഴിയുന്ന രാജ്യങ്ങൾ എന്നീ 4 പ്രധാന നിയോഗങ്ങളാണ് ഈ വർഷത്തെ തീർത്ഥാടനത്തിനുള്ളത്. ക്രൂശിതനൊപ്പം അനുതാപത്തിന്റെയും പരിഹാരത്തിന്റെയും പാതയിൽ ഒന്നായി യാത്ര ചെയ്യാം എന്ന ആപ്തവാക്യവുമായാണ് ഈ വർഷവും രൂപതാടിസ്ഥാനത്തിൽ തീർത്ഥാടനം നടത്തുന്നത്. തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ വിപുലമായ ഒരുക്കങ്ങളാണ് എഴുകുംവയലിൽ നടത്തിയിട്ടുള്ളത്. വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് നിരവധി ആളുകൾ തീർത്ഥാടനത്തിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മോൺസിനോർ ജോസ് കരുവേലിക്കൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, ഫാദർ ജോസഫ് ചുനയൻമാക്കൽ, ഫാദർ നിർമ്മൽ കളത്തിൻകാട്ടിൽ, സുനിൽ ജോസ് ഇഴക്കുന്നേൽ, ഷാജി മാത്യു ഓവേലിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷിക്കനാനോസ്, ഇടുക്കി.